ഹലോ, എല്ലാവർക്കും ബിയോണ്ട് ബിലീഫിൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതൊരു റിയാക്ടിങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ തുടക്കത്തിലൊരു കാര്യം പറയാം. നമ്മളിതൊക്കെ ചെയ്യുന്നത് ആരോടുള്ള ദേഷ്യമോ വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും വെച്ചുകൊണ്ടല്ല, നേരെ മറിച്ച് എല്ലാവരോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. കാരണം നമ്മളെല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ്. ഞാനും ഒരു കാലത്ത് ഇതൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു, ഒരു നല്ല വിശ്വാസിയായിരുന്നു. എന്നാൽ നമ്മൾ എന്തിലോ അകത്തായിരുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടായിരുന്നു. നമ്മൾ വിശ്വാസത്തിനകത്താണ്, ഇസ്ലാമിനകത്താണ്, അല്ലെങ്കിൽ മറ്റു മതത്തിനകത്താണ്, നമ്മൾ ഒന്നിനും അകത്തല്ല എന്ന തിരിച്ചറിവ് വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ മാറിയതും ഇങ്ങനെ ഇത് എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ആളുകളും എന്നെപ്പോലെ തുല്യരായിട്ടുള്ള ആളുകളാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങളിലേക്കും ഇത് എത്തട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും സംസാരിക്കുന്നതും ഡിസ്കസ് ചെയ്യുന്നതും ഒക്കെ. സോ ആ ഒരു രീതിയിൽ അതിനെ കാണാൻ ശ്രമിക്കുക. അതല്ലാതെ നിങ്ങൾ ആരോടെങ്കിലും ഉള്ള ദേഷ്യം കൊണ്ടാണെന്നോ മുസ്ലിംസിനെ എനിക്ക് കണ്ടിടാമെന്നോ ഒരിക്കലും വിചാരിക്കരുത്. എല്ലാ മുസ്ലിംസും എൻ്റെ സഹോദരങ്ങളാണ്. എൻ്റെ സഹോദരങ്ങൾ ഒരു ഫ്രീഡം എന്ന് പറയുന്ന സാധനം അനുഭവിക്കുന്നില്ല എന്ന ഒരു വിഷമം എനിക്ക് തോന്നിയത് കൊണ്ടാണ് അത് അവരും കൂടെ അറിയട്ടെ, അവരും കൂടെ ഇതിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കേൾക്കാൻ ശ്രമിക്കുക. അതല്ലാതെ ഞാൻ പഠിച്ചത് ഇതാണ്, അത് മാത്രമേ ഞാൻ ഗവനിക്കുള്ളൂ, ബാക്കിയുള്ളതൊന്നും എൻ്റെ പ്രശ്നമല്ല എന്നുള്ള ചിന്ത മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത് കേൾക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് ശ്രമിക്കുക. നമ്മുടെ കയ്യിലുള്ളത് ചിലപ്പോൾ തെറ്റാണെങ്കിലോ, അതുകൊണ്ട് നിങ്ങളൊന്ന് കേൾക്കാനെങ്കിലും ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ സ്കൂൾ മാറ്റാറുണ്ട്. സിലബസ് ശരിയല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ശരിയല്ലാത്തത് കൊണ്ടോ ഒക്കെ നമ്മൾ സ്കൂൾ മാറ്റാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അവിടെ പഠിപ്പിക്കുന്ന രീതി ശരിയല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നാളത്തെ ഭാവി തലമുറയാണ് അവർ, നാളെ ചരിത്രം കുറിക്കാനുള്ളവരാണവർ. അപ്പോൾ അവർ പഠിക്കുന്ന കാര്യങ്ങൾ ശരിയല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണല്ലോ നമ്മളത് ചെയ്യുന്നത്. അതിനെപ്പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യവും. ഇത് നമ്മളിൽ തന്നെ ആദ്യം മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ എത്ര കുട്ടികളെ സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചിട്ടും കാര്യമില്ല. അവർ സ്കൂളിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പഠനം ഇത് തന്നെയാണെങ്കിൽ ഒരു മാറ്റവും ആ കുട്ടിക്ക് വരാൻ പോകുന്നില്ല. സോ നമ്മളുടെ കയ്യിലിരിക്കുന്ന സാധനം ശരിയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. സോ എല്ലാവരും വീഡിയോ കാണുക, എന്നിട്ട് സ്വയം കാര്യങ്ങൾ വെരിഫൈ ചെയ്യുക. അല്ലാതെ ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾ അതൊന്നും കേട്ട് വിശ്വസിച്ച് പോകരുത്. സ്വയം വെരിഫൈ ചെയ്യുക. നല്ലതും ചീത്തതും ഏതാണെന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള ബോധവും ബുദ്ധിയൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതില്ല എന്നൊക്കെ ഈ മതങ്ങൾ നമ്മളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നുമില്ല, ഞങ്ങളെ ദൈവം പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ്. അതൊന്നുമല്ല, എല്ലാവർക്കും ഉണ്ട് ബുദ്ധി. സോ ആ ബുദ്ധി വെച്ചുകൊണ്ട് നല്ലത് ഏതാണെന്നും ചീത്തത് ഏതാണെന്നും വേർതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. അവരുമായി നിങ്ങൾ കൂട്ടുകൂടരുത്, അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുത്, അവരുടെ വീട്ടിൽ നിന്ന് കല്യാണമൊന്നും ആലോചിക്കരുത്. ജൂതന്മാർ എന്ന് പറയുന്നത് അവരാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടരായ ജീവികൾ. അന്ന് ആ ഒരു പ്രായത്തിന്റെ ഇതുകൊണ്ടും പിന്നെ മതത്തിന്റെ ഇതിലുള്ള മതവിശ്വാസത്തിന്റെ ഒരു സഹായം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം അന്നേ വരെ ജീവിതത്തിൽ ഈ ജൂതൻ എന്ന് പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ട് പോലില്ല. പക്ഷെ എങ്കിലും ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിനെ, എന്റെ കുടുംബത്തിനോ എനിക്കോ യാതൊരു പ്രശ്നം ചെയ്തിട്ടില്ലാത്ത ഈ ഒരു കമ്മ്യൂണിറ്റിനെ വെറുക്കാൻ എന്റെ മനസ്സ് എന്ന് പറഞ്ഞു പറ്റിച്ചു. ഈ ആയത്താണ് ഈ ആയത്ത് വെച്ചുകൊണ്ട് ക്രിസ്ത്യാനികളും ജൂതന്മാരുമായി നിങ്ങൾ കൂട്ടുകൂടരുതെന്ന് അർത്ഥം വരുന്ന ഈ ആയത്തിനെ വളരെ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകളാക്കി കൂട്ടിമാറ്റുകയാണ് നിങ്ങളുടെ ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം, അതിന്റെ സബബ് നുസൂൽ നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഈ ആയത്ത് എപ്പോൾ ഇറങ്ങിയതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറും. കാരണം ഉഹദ് എന്ന് പറയുന്ന ഉഹദിന്റെ രണാങ്കണം, ഉഹദ് യുദ്ധഭൂമിയിൽ ബദർ കഴിഞ്ഞ് ഉഹദിന്റെ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് മുസ്ലിം പക്ഷത്തുള്ള യുവതാക്കളിൽ രണ്ടുപേർ നടത്തിയ ഒരു സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അത് തഫ്സീറിൽ ഇങ്ങനെ കാണാം. യുദ്ധം ചില ആളുകളിൽ ആലോചന ഉണ്ടാക്കുകയും മുസ്ലിങ്ങളിൽ തന്നെ ചില ആളുകൾ പേടിക്കുകയും ചില ആളുകൾ ശത്രുപക്ഷം അവർ വിജയിച്ചു കഴിഞ്ഞാൽ ഇവരെ ഇല്ലായ്മ ചെയ്യും, പുറകിലടക്കും, വശമാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് ആളുകൾ തമ്മിൽ നടത്തിയ സംഭാഷണം ഇങ്ങനെയാണ്. സാഹിബി ഒരുത്തൻ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഈ യുദ്ധം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ആ യഹൂദിയോട് കൂട്ടുകൂടുമെന്നും ഞാൻ അവനെ അഭയം തേടുമെന്നും ഞാൻ യഹൂദിയാകുമെന്നും ഒരുത്തൻ പറഞ്ഞു തന്റെ കൂട്ടുകാരനോട്.
അപ്പോൾ തന്റെ മറ്റു കൂട്ടുകാരൻ പറഞ്ഞു, വഖാലല്ലാഹു മറ്റാ പറഞ്ഞു, അമ്മ അനഫ അൽഹബു ബി ഫുലാനി നസ്രാനി ബി ബഅദി അർളി ശാം, ഷാമിലുള്ള ഒരു ക്രൈസ്തവ നസ്രാനിയോട് ഞാൻ കൂട്ടുകൂടും. ഫാഖുദു മിൻഹു അമാനൻ, ഞാൻ അവനോട് അമാനത്തോടും നിർഭയത്വം തൊടുകയും അഭയം തൊടുകയും വഅതനസ്സറു മഅഹു, ഞാൻ ക്രൈസ്തവനായി ജീവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ആയത്താണ് നിങ്ങൾ പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറ ഔലിയാ ബഅദുഹും ഔലിയാഉ ബഅദ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊന്നും അങ്ങനെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന അവരോട് കൂട്ടുകൂടുന്നത് അപ്പോൾ അവരോട് പറഞ്ഞ ആ സംഭവത്തെ എടുത്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. ഇതുപോലെയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഒരു കാലത്ത് വലിയ യുദ്ധം നടന്നു, വലിയ ഒരു സമരം നമ്മളെല്ലാവരും നമ്മുടെ പൂർവികർ അനുഭവിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മൾ എല്ലാവരും ഫ്രീഡമായിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നത്. ഏതായിരുന്നാലും ആ ഇന്ത്യയുടെ ആ സമരമുഖത്ത് ചില ആളുകൾ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കാൻ പോയ കഥയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ അത്തരത്തിൽ ചില ഷൂ നക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ അതിനെ തടഞ്ഞതാണ്. അങ്ങനെ ഷൂ നക്കൽ പ്രവർത്തനം തടയുകയാണ് ഖുർആൻ ഇവിടെ ചെയ്തത്. അതല്ലാതെ യഹൂദികളോടോ നസറാക്കളോടോ കൂട്ടുകൂടുന്നതല്ല. ഞാൻ മുസ്ലിമാണ്, എന്നെ പോലെ നിരവധി മുസ്ലിങ്ങളുണ്ട്, അവിടെ എല്ലാം ഫ്രണ്ട് ലിസ്റ്റ് പരിശോധിച്ച് നോക്കിയാൽ നിരവധി ക്രൈസ്തവരുണ്ട്, ജൂതന്മാർ എന്റെ കൂട്ടുകാരുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അവരുണ്ടായിരുന്നുവെങ്കിൽ കൂട്ടുകൂടുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ഇവിടെ ഓ, അങ്ങനെയാണല്ലേ. അപ്പോൾ എനിക്ക് ഉസ്താദിനോടൊരു 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഇത് നമുക്ക് ഇന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു കാര്യമല്ല എങ്കിൽ ഇത് ഇന്ന് നമ്മൾ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും വെറുക്കേണ്ട കാര്യമില്ല. അത് അന്നത്തെ ഒരു സന്ദർഭ പശ്ചാത്തലത്തിൽ ഒരു യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയ ഒരു ആയത്താണ് എങ്കിൽ ഇതുപോലെ തന്നെ അല്ലേ ബാക്കിയുള്ള ആയത്തുകളൊക്കെ? എല്ലാതും അന്ന് നടന്ന ഓരോ കാലഘട്ടത്തിലെ ഓരോ സന്ദർഭത്തിൽ ഇറങ്ങിയിട്ടുള്ള ഓരോ മുഹമ്മദിന് തോന്നിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഖുർആനിലുള്ള ഓരോ ആയത്തുകളും. അത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ആയത്തുകളെ കുറിച്ചിട്ടും മുഹമ്മദ് നബി കല്യാണം കഴിച്ച കാര്യങ്ങളായാലും തന്നെ, അല്ലെങ്കിൽ ഓരോന്നും, കല്യാണമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഖുർആനിലുള്ളത്. മുഹമ്മദ് നബിയുടെ കല്യാണങ്ങളും മറ്റു മുഹമ്മദിൻ്റെ ഭാര്യമാരെ മുഹമ്മദ് നബി മരിച്ചു കഴിഞ്ഞാൽ വേറെ ആരും കല്യാണം കഴിക്കരുതെന്നും ഭയങ്കര ഗൗരവമുള്ള വിഷയങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ എന്തിനാണ് ഖുർആനിൽ പറയേണ്ട കാര്യം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഖുർആനിൽ പറയുന്നുണ്ടെങ്കിൽ, ഖുർആൻ കാലാകാലത്തേക്ക് കൊടുത്തയച്ചൊരു ഗ്രന്ഥമാണെങ്കിൽ അത് കാലാകാലത്തെ മനുഷ്യർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളും കൂടെ ആയിരിക്കണ്ടേ? അതല്ലേ നമ്മൾ ആക്ച്വലി ചിന്തിക്കേണ്ടത്. അതല്ലാതെ ഇത് അന്നത്തെ കാലത്ത് ഒരു കഥ പറഞ്ഞതാണ് എങ്കിൽ എന്തിനാണ് ആ കഥ ഇവിടെ പറയേണ്ട കാര്യം? ഖുർആൻ ഒരു കഥാപുസ്തകമാണോ? ഒരു കഥ പറയുന്ന ഒരു പുസ്തകമാണെങ്കിൽ അതിനെ കഥാപുസ്തകം മാത്രമായിട്ട് നമ്മൾ കാണാൻ പഠിക്കണം. അതല്ലാതെ ഇന്നും നമ്മൾ ഇത് നോക്കിയിട്ടാണ് ജീവിക്കേണ്ടത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് വിചാരിക്കുന്ന എന്തൊരു വിഡ്ഢിത്തമാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഐഡന്റിഫൈ യുവർ ഗോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ള മുഴുവനായത്തും എനിക്ക് തോന്നുന്നൊരു 10, 20, 25 ആയത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ആ അത്രയും ആയത്തുകൾ ഒരായത്ത് പോലും നമുക്ക് ഇന്ന് ജീവിതത്തിൽ പാലിക്കാനുള്ള ആയത്തുകളല്ല. അപ്പൊ അത് ഉസ്താദ് വന്നിട്ട് ഇവിടെ പറയുന്നു, ഈ ആയത്തും നിങ്ങൾക്ക് ഇന്ന് ഉപയോഗിക്കാനുള്ളതൊന്നല്ല, നിങ്ങൾ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും വെറുക്കണം എന്നല്ലത് പറയുന്നത്. അത് അന്നത്തെ സന്ദർഭ പശ്ചാത്തലത്തിൽ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായപ്പോൾ അള്ളാഹ് ഇറക്കി കൊടുത്താണ്. ഇങ്ങനെ തന്നെയാണ് ഓരോ ആയത്തും ഖുർആനിലെ. നിങ്ങൾക്ക് എടുത്തു നോക്കാം, നിങ്ങൾ എടുത്ത് നോക്കണം. നിങ്ങളത് നോക്കാത്തത് കൊണ്ടാണ് നമ്മളിതൊക്കെ ഇങ്ങനെ കണ്ണും പൂട്ടി ഈ പറയുന്ന നമ്മളെ പറ്റിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വിഴുങ്ങി ജീവിക്കുന്നത്. നമ്മൾ അതുകൊണ്ടാണ്. നമ്മൾ ഒരിക്കലും ഇത് എടുത്തു നോക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്കിതിലുള്ള കള്ളികളൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയത്. സോ ഇതൊന്നും ഒരു ദൈവികമായിട്ടുള്ള യാതൊന്നും തന്നെ നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് കണ്ടെത്താൻ കഴിയില്ല. രണ്ടാമതൊരു ചോദ്യമുണ്ട്. മുസ്ലിങ്ങളെല്ലാം മറ്റു വേദഗ്രന്ഥങ്ങളെ അംഗീകരിക്കാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പറ്റിക്കുകയാണ്. ഒരിക്കലും ഇസ്ലാം അങ്ങനെയല്ല പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 4-ാമത്തെ വാക്യം കാണാം, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്. ഈ ഖുർആൻ മാത്രമല്ല, ഈ ഖുർആനിന് മുമ്പ് ഇറക്കപ്പെട്ട എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നവരാണ് മുസ്ലിം എന്ന് ഖുർആൻ മുസ്ലിമിന് ഡെഫിനിഷൻ പറയുന്നു. നിങ്ങൾ പറയുന്നു മുസ്ലിമീങ്ങളെല്ലാം മറ്റു വേദഗ്രന്ഥങ്ങളെ നിഷേധിക്കുന്നവരാണെന്ന്. ഒരിക്കലുമല്ല. എല്ലാ വേദഗ്രന്ഥങ്ങളെയും മുസ്ലിം അംഗീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട എല്ലാ വേദഗ്രന്ഥങ്ങളെയും മുസ്ലിം അംഗീകരിക്കുന്നുണ്ട്. അത് അംഗീകരിക്കുന്നവരാണ് മുസ്ലിം എന്ന് പഠിപ്പിക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ എന്റെ പ്രിയമുള്ള സുഹൃത്ത് ആ തെറ്റിദ്ധാരണയെ കൂടെ തിരുത്തണമെന്ന് അറിയിക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഗ്രന്ഥം, അതായത് ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി, ബാക്കിയുള്ളതൊന്നും ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉസ്താദ് ഇവിടെ പറഞ്ഞു അങ്ങനെയല്ല. എല്ലാ കിതാബുകളും, അതായത് ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന എബ്രഹാമിക് റിലീജിയൻ ആയിട്ടുള്ള എല്ലാതും, സബൂർ, ഇഞ്ചീൽ, തൗറാത്ത് എന്ന് പറയുന്ന ഖുർആൻ എന്ന് പറയുന്ന എല്ലാതും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിലത്തെ കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവനാണ് ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പഠിപ്പിക്കുന്നതാണ് ഖുർആൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് റെഫറൻസുകൾ തരാം.
ഈ യഹൂദരെയും ക്രിസ്ത്യാനികളെയും വെറുക്കണമെന്നും അവർ പറയുന്നത് നുണകളാണെന്നും അവർ മോശപ്പെട്ടവരാണെന്നും ഒക്കെ പറയുന്ന ഖുറാനിലെ കുറച്ച് റെഫറൻസുകൾ ഞങ്ങൾക്ക് ഇവിടെ തരാം. കുറച്ച് ഇൻ ദ സെൻസ് ഇത്രയേ ഇപ്പം ഞാൻ ഇവിടെ തരുന്നുള്ളൂ. കുറേ ഉണ്ട്, ഖുറാനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പോയാലും കാണാൻ കഴിയും. അപ്പോൾ എന്താണെങ്കിലും ഈ പറയുന്ന എല്ലാ ആയത്തുകളും ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, അതിനും എനിക്ക് തർക്കമില്ല. ഇത് അന്നത്തെ സാഹചര്യങ്ങളിൽ ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഓരോ ആയത്തുകളാണ്. അത് വീണ്ടും വീണ്ടും നിങ്ങൾ ചിന്തിക്കുക, എന്തിനാണ് ഖുറാനിൽ ഇതൊക്കെ കൊടുക്കേണ്ട കാര്യം? ഈ 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യർക്ക് യാതൊരു പ്രയോജനമില്ലാത്തൊരു കാര്യമാണെങ്കിൽ എന്തിനാണ് ഖുറാനിലെ പേജുകൾ വെറുതെ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ പൊട്ട കഥകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ആയത്ത് ഞാൻ വായിച്ചുതരാം. 3:181. അള്ളാഹു ദരിദ്രനും നമ്മൾ ധനികരുമാണ് എന്ന് പറഞ്ഞവരുടെ വാക്ക് അള്ളാഹു തീർച്ചയായും കേട്ടിട്ടുണ്ട്. അവർ ആ പറഞ്ഞതും അവർ പ്രവാചകന്മാരെ അന്യായമായി കൊലപ്പെടുത്തിയതും നാം രേഖപ്പെടുത്തി വെക്കുന്നതുമാണ്. കത്തിയെരിയുന്ന നരകശിക്ഷ ആസ്വദിച്ചു കൊള്ളുക എന്ന് നാം അവരോട് പറയുകയും ചെയ്യും. ഇതിൻ്റെ അമാനി തഫ്സീർ ജസ്റ്റ് കുറച്ച് സെൻറ്റൻസ് ഞാൻ വായിച്ചുതരാം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചിലവഴിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആരാണ് അള്ളാഹുവിന് നല്ലതായ കടം കൊടുക്കുന്നവർ എന്ന് ഖുർആനിൽ അവതരിപ്പിച്ചപ്പോൾ യഹൂദികൾ അതൊരു പരിഹാസത്തിന് ആയുധമാക്കി. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ദരിദ്രനും നാം ധനികരുമാണല്ലോ. അള്ളാഹു ദരിദ്രനായതുകൊണ്ടാണല്ലോ അവൻ കടം ചോദിക്കുന്നതും ലാഭം കൊടുക്കണമെന്ന് പറയുന്നതും എന്നൊക്കെ അവർ ജൽപ്പിച്ചു കൊണ്ടിരുന്നു. അതിനെപ്പറ്റിയാണ് പ്രസ്താവിക്കുന്നത്. അങ്ങനെ പറഞ്ഞു പോകുന്നു. പിന്നെ അവസാനം ഒറ്റ ലൈൻ ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു പറയുന്നത്, അള്ളാഹു അടിമകളോട് അനീതി ചെയ്യുന്നവനേയല്ല എന്ന അവസാനത്തെ വാക്യം. അതായത് ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സന്ദർഭ പശ്ചാത്തലം. ഈ ആയത്ത് ഖുറാനിലെ ഒരു ആയത്താണ്. 3:181 നിങ്ങൾക്കെടുത്ത് പരിശോധിക്കാം. അള്ളാഹ് അവിടെ പറയുന്നത് എന്താണ്? അള്ളാഹു ദരിദ്രനും നിങ്ങൾ ധനികരുമാണ് എന്ന് പറഞ്ഞവരുടെ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ ഞാൻ അവിടെ വെച്ച് തരും. നിങ്ങൾക്ക് അവിടെ വെച്ച് ഇവിടുന്ന് കഴിഞ്ഞാട് വരി, ഞാൻ ശരിയാക്കി തരാം എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ ഇവിടെ ഒരു തേങ്ങയും ചെയ്യാൻ പറ്റാത്ത ഒരാൾ അവിടെ എന്ത് വഴക്കാണ് തരാൻ പോണത് അല്ലെങ്കിൽ ചെയ്യാൻ പോണതെന്ന് ചോദിച്ച പോലെയാണ്. നിങ്ങൾ ആലോചിക്കുക, ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളല്ല അന്നത്തെ കാലത്തെ ആളുകളെ ഒരു ഡിസിപ്ലിനായിട്ട് ഒരു സൊസൈറ്റിയുടെ അണ്ടറിൽ നിർത്താൻ ഉണ്ടായിരുന്ന ഒരു മാർഗം മാത്രമാണ് ഈ മതങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു മനുഷ്യനോട് നമ്മൾ പറയുകയാണ്, നീ മരിച്ചു കഴിയുന്നതോടുകൂടി നിന്റെ ജീവിതം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവൻ മേ ബി ഡിസിപ്ലിൻഡ് ആയിട്ട് ഇരിക്കാൻ സാധ്യതയില്ല ഇന്നത്തെ ലോകത്ത്. പക്ഷേ അതേസമയം അവനോട് നമ്മൾ പറയുകയാണ്, നീ നമ്മൾ പറയുന്ന പോലെയൊക്കെ ചെയ്താൽ, നമ്മൾ പറയുന്ന രീതിയിൽ നമ്മുടെ അടിമയായിട്ട് നിന്ന് കഴിഞ്ഞാൽ, എൻ്റെ ശിക്ഷണത്തിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ നീ ഇവിടെ കഴിഞ്ഞ് നിനക്ക് അവിടെയും ഒരു ജീവിതമുണ്ട്. ആ ജീവിതം നിനക്ക് സുഖകരമാവണമെങ്കിൽ നീ ഇവിടെ നമ്മൾ പറയുന്നതൊക്കെ കേട്ട് ജീവിക്കണം എന്ന് പറയുന്ന ഒരു കഥ. ആ ഒരു കഥ ഇങ്ങനെ കൈമാറി പോകുന്നതാണ് ഈ മതങ്ങളെല്ലാം തന്നെ. മനുഷ്യരെ അച്ചടക്കത്തോടു കൂടിയ സൊസൈറ്റിയിൽ ജീവിപ്പിക്കാൻ പഠിപ്പിച്ച ഒരു സാധനമാണ് മതം. ഈ അച്ചടക്കം എന്ന് പറയുമ്പോൾ അതിപ്പോൾ നമുക്കിന്നും വേണ്ടേ, അച്ചടക്കമുള്ള കുട്ടികൾ തന്നെയല്ലേ നമുക്ക് വേണ്ടതെന്നുള്ളൊരു തോന്നലുണ്ടാവും. എന്നാൽ ഇന്നത്തെ അച്ചടക്കമല്ല അന്നത്തെ അച്ചടക്കം. ഇത് ഈ നൂറ്റാണ്ടുകൾക്ക് മുന്നുള്ള അച്ചടക്കമാണ്. അതായത് ഈ സെക്യൂരിറ്റിയും പോലീസും നമ്മുടെ ഇന്ന് നമുക്ക് നാട്ടിലുള്ള ഈ സൗകര്യങ്ങളൊന്നുമില്ലാത്ത, ആധുനികത എന്താണെന്ന് പോലും അറിയാത്ത ഒരു നാട്ടിലുണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന അച്ചടക്കം, അതായത് ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടി, അവരെ കൺട്രോളിൽ നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് ഈ ഇവിടെ അത്രയും ഇതായിട്ട് പറയണത്, ഇജ്ജ് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇതിനുള്ള പണി ഞാൻ അവിടെ വന്നിട്ട് തരാം, എനിക്കുള്ള ചായയും പരിപ്പാടി ഞാൻ അവിടുന്ന് തരാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ശരിക്കുള്ള ദൈവമാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, ദൈവത്തൊക്കെ ഇങ്ങനത്തെ വർത്തമാനം പറയണമോ ഒരു ഖുറാനിൽ കൂടെ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ ഖുർആൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അത് കാലാകാലത്തേക്ക് കൊടുത്തയച്ച ജീവിക്കാനുള്ള മാർഗം കാണിച്ചു തരാനും ജീവിതം എങ്ങനെയാണെന്ന് പഠിപ്പിക്കാനുമുള്ള ഒരു ഗ്രന്ഥമേ അല്ല. ഖുർആനിലുള്ള എല്ലാ ആയത്തുകളും എടുത്ത് നോക്കിക്കോളൂ. നമ്മളിപ്പോൾ ഇന്നേ വരെ ചർച്ച ചെയ്തിട്ടുള്ള ആയത്തുകൾ മൊത്തങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. ഇതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ സാഹചര്യങ്ങളിൽ ഇറങ്ങിയ അവർക്ക് ഉപകാരപ്രദമായ അവരുടെ മൊറാലിറ്റിയുടെ ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. നമുക്ക് ഇന്ന് നമ്മുടെ മൊറാലിറ്റി വെച്ചുകൊണ്ട് ജീവിക്കാനുള്ള യാതൊരു വകുപ്പും ഇതിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇതിനൊക്കെ
ഇന്ന് കച്ചവടവൽക്കരിച്ചുകൊണ്ട് ഇതിനെങ്ങനെയെങ്കിലും ഉന്തിത്തള്ളി നീക്കി ഇതിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കാണുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ ഇതില്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കാണുന്ന ഒരു സമൂഹം ആണ് ഇതിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും വിശ്വാസികൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നത്. അതല്ലാതെ ഇതിൽ വലിയൊരു പുണ്യമുണ്ടായത് കൊണ്ടോ ആരും നമ്മളെങ്ങനെ മേലെ നിന്ന് സഹായിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. ഇത് ഒരു പ്യുവർ ബിസിനസ്സാണ്. അത് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുക. നിങ്ങൾ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കാണുക, ശ്രദ്ധിക്കുക, ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. സോ യു വിൽ നോ വൺസ്. 3:67 ഇബ്രാഹിം യഹൂദനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല, എന്നാൽ അദ്ദേഹം ശുദ്ധ മനസ്ഥിതിക്കാരനും അള്ളാഹുവിന് കീഴ്പ്പെട്ടവനുമായിരുന്നു. അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനുമായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇബ്രാഹിമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി ആക്ച്വലി ആരായിരുന്നു? എവിടെ നിന്നാണ് ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾക്ക് ആദ്യം കാണാൻ കഴിഞ്ഞത്? അതായത് ജൂതമതം ഫസ്റ്റ് ഉണ്ടായ മതമാണ് ജൂതമതം. അതിനുശേഷമാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടാകുന്നത്. അതിനും വർഷങ്ങൾക്ക് ശേഷമാണ്, 1000 വർഷങ്ങളോ ശേഷം എന്തോ ആണ് ഇസ്ലാം മതം വരുന്നത്. ഈ ഇത്രയും ഗ്യാപ്പിന് ശേഷം വന്ന ഇസ്ലാം മതത്തിൽ വന്നുകൊണ്ട് ഖുർആനിലൂടെ പറയുകയാണ് എന്ത്? ഇബ്രാഹിം എന്ന് പറയുന്ന ആള് ജൂതനല്ല, ക്രിസ്ത്യാനിയുമല്ല, എന്നാൽ അവൻ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിച്ചിരുന്ന ഒരു വിശ്വാസിയാണ് എന്ന് പറയാം. ഇതേ സാധനം ഇതിന് വർഷങ്ങൾക്ക് ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ പറയുന്നുണ്ട്. ഇത് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ജനസിസ് 22:14 സോ എബ്രഹാം കോൾഡ് ദ നെയിം ഓഫ് ദാറ്റ് പ്ലേസ് ദ ലോർഡ് വിൽ പ്രൊവൈഡ് ആസ് ഇറ്റ് ഈസ് സെഡ് ടു ദിസ് ഡേ ഓൺ ദ മൗണ്ട് ഓഫ് ദ ലോർഡ് ഇറ്റ് ഷാൾ ബി പ്രൊവൈഡഡ്. ഇതിൽ ഈ ദ ലോർഡ് വിൽ പ്രൊവൈഡ് എന്നുള്ളത് ഇംഗ്ലീഷിലുള്ളതാണ്. എന്നാൽ അതിന് അന്ന് ഈ പറഞ്ഞ എബ്രഹാം കൊടുത്തിരുന്ന പേര്, എബ്രഹാം നെയിം ദാറ്റ് പ്ലേസ് യാഹ്വേ ഇറേ. അതായത് ദ ലോർഡ് എന്ന് പറയുന്നതിന് എബ്രഹാം വിളിച്ചിരുന്ന പേര് യാഹോവേ എന്ന പേരായിരുന്നു. ക്രിസ്ത്യൻസിൻ്റെ ദൈവമായിട്ടുള്ള യാഹോവേ എന്ന പേരായിരുന്നു ദ ലോർഡ് എന്നതിന് എബ്രഹാം അർത്ഥമാക്കിയിരുന്നത്. അപ്പോൾ എബ്രഹാമിൻ്റെ ദൈവം ആരാണ്? ഈ ഇസ്ലാമിലെ ഖുറാനിൽ പറയുന്ന അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഇബ്രാഹിം എന്ന് പറയുന്ന അതേ ഇബ്രാഹിം ഞങ്ങൾക്ക് മുമ്പ് ബൈബിളിലൂടെ ജനസിസ് 22:14 പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ദൈവമായിരുന്ന യാഹോവയാണ് അദ്ദേഹം ആ സ്ഥലത്തിന് നാമം നൽകിയത് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതാണ് കൂടുതൽ ട്രസ്റ്റ് വർത്തി? എന്നിട്ട് ഇതേ ഗ്രന്ഥത്തിൽ പറയുകയാണ് നിങ്ങൾ ഈ പറയുന്ന ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥവും യഹൂദന്മാരുടെ ഗ്രന്ഥവും ഒക്കെ അംഗീകരിക്കുന്നവർ തന്നെയാണ് യഥാർത്ഥ മുസ്ലിം എന്ന്. അപ്പം നിങ്ങൾ ഈ കാര്യം അംഗീകരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ബൈബിൾ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം നമ്മൾ അംഗീകരിക്കേണ്ടി വരില്ലേ? അപ്പോൾ അത് അംഗീകരിക്കുകയാണെങ്കിൽ നമ്മളിവിടെ നിന്നുകൊണ്ട് ഇബ്രാഹിം വിളിച്ചിരുന്ന പോലെ അവൻ്റെ ദൈവത്തെ യാഹുവേ എന്ന് വിളിച്ച പോലെ നമ്മളും നമ്മുടെ ദൈവത്തെ യാഹുവേ എന്ന് വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും കളി? നമ്മളപ്പോൾ പുറത്താവും ഇസ്ലാമെന്ന്. അതിൻ്റെ പേരെന്താണ്? ഷിർക്ക്. നമ്മൾ ഷിർക്ക് ചെയ്യുന്നവനായി മാറും ഒറ്റടിക്ക്. അപ്പോൾ ഈ പറയുന്നതൊക്കെ നമ്മളിങ്ങനെ പുട്ടിയടിച്ച് തേച്ച് മിനുക്കി ഇതിനെ വേറെന്തോ ആക്കി വിശ്വാസികളെ പറ്റിച്ചു കൊണ്ടിരിക്കാനുള്ളൊരു സാധനം എന്നല്ലാതെ വേറെ ഒന്നുമില്ല. സോ നിങ്ങളിതൊക്കെ പരിശോധിക്കുക. ഞാനിതൊക്കെ നമുക്ക് സമയം ഉണ്ടായിട്ടൊന്നുമല്ല, ഇതൊക്കെ നിങ്ങൾ ആളുകളിലേക്ക് എത്തട്ടെ എന്നും അടുത്തൊരു തലമുറയെങ്കിലും കുറച്ച് ബോധമുള്ള തലമുറയായി വളരട്ടെ എന്നും ഈ ജാതി മതം നമുക്ക് നമ്മൾ പറയാറുണ്ടല്ലോ വലിയ കാര്യമായിട്ട് നമുക്ക് മതസൗഹാർദ്ദമാണ് വേണ്ടത്, നമ്മളെല്ലാ മതങ്ങളും ഒരേപോലെ അങ്ങനെ എന്നൊക്കെ പറയും. മതസൗഹാർദ്ദമല്ല നമുക്ക് വേണ്ടത്, നമുക്ക് മതരഹിതമായിട്ടുള്ളൊരു സൊസൈറ്റിയാണ് വേണ്ടത്. കാരണം നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ മതസൗഹാർദ്ദം, ഞാനൊരു മതത്തിനകത്താണ്, മറ്റവൻ വേറൊരു മതത്തിനകത്താണ്, സോ ഈ 2 മതത്തിനകത്തുള്ളവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്നത് എന്തോ ഒരു വലിയ ത്യാഗമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ രവിചന്ദ്രൻ സാറ് മറ്റേ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഒരു TV ഷോയിലാണ് തോന്നുന്നു, നമ്മുടെ ഒരു മുസ്ലിം കുട്ടിയും ഒരു കൊന്തയിട്ട ഒരു ഹിന്ദു കുട്ടിയും അതുപോലെ ഒരു ക്രിസ്ത്യൻ കുട്ടിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഭയങ്കര വലിയ ന്യൂസ് ആക്കുകയാണ്. ഗോഡ്സ് ഓൺ കൺട്രിയിലെ 3 മതത്തിലുള്ള 3 പേർ ഒരുമിച്ച് നിൽക്കുന്നു, സൗഹാർദ്ദപരമായിട്ട് നിൽക്കുന്നു, വലിയ സംഭവം, വലിയ ന്യൂസ്, മീഡിയ ഒക്കെ ആഘോഷിക്കുകയാണ് അതെടുത്തിട്ട്. സത്യത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ, പുള്ളി പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അർത്ഥം എന്താണ്?
നമ്മളൊന്നും ശരിക്കും ഇതുപോലെ തോളിൽ കൈയിട്ട് നിൽക്കേണ്ടവരല്ല എന്നും നമ്മളൊക്കെ പരസ്പരം ദേഷ്യവും വിദ്വേഷവും വെച്ച് കഴിയേണ്ടവരാണ് എന്നും നമ്മൾ ഈ സിംഹത്തെയും പുലിയെയും മാനിനെയൊക്കെ പോലെ തമ്മിൽ കണ്ടാൽ കടിച്ചു കീറേണ്ടവരാണെന്നും പക്ഷെ നമ്മളൊരു കുറച്ചൊക്കെ ഡീസൻസി പാലിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ തോളത്തൊക്കെ കൈയിട്ട് നിന്ന് സൗഹാർദ്ദപരമായി പോകുന്നു. അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്ന സാധനം ഇതാണ്. അതല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ഒന്നിൻ്റെയും അകത്തല്ല എന്ന് തിരിച്ചറിയാം. നമ്മൾ വെറും മനുഷ്യരാണ്. അവനെങ്ങനെയാണോ അതുപോലെയാണ് ഞാനും, ഞാൻ എങ്ങനെയാണോ അതുപോലെയാണ് നീയും. അത് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ വിചാരിക്കുന്നത്. ഞാൻ വേറെ, നീ വേറെ, നീ വേറെ മതം, നമ്മൾ വേറെ മതം. നമ്മളൊന്നുമല്ല. നമ്മളെല്ലാവരും ഒരുപോലെയാണ്. നമുക്ക് യാതൊരു സവിശേഷതയും ആർക്കും ഇല്ല. അതൊക്കെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. ഇതിനെക്കുറിച്ചെന്ന് പറഞ്ഞാൽ ഈ മതത്തെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ അല്ല. നമ്മളൊക്കെ എങ്ങനെ ഇവിടെ ഉണ്ടായി, ഈ ഭൂമിയിൽ എങ്ങനെ ജനിച്ചു, ഇതിന് ഒരു സൃഷ്ടാവ് ഉണ്ടാവേണ്ട കാര്യമുണ്ടോ നമ്മൾ ഉണ്ടാവാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതൊക്കെ ഒരു ഡീപ്പ് കോൺവെർസേഷനാണ്. അതൊന്നും പറഞ്ഞിട്ട് ഇവിടെ ഞാൻ വീഡിയോ ലെങ്തി ആക്കുന്നില്ല. എന്തായാലും അതിലേക്കൊക്കെ നമ്മൾ വരും. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠനങ്ങളാണ്. നമ്മൾ ഈ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കുറേ കാര്യങ്ങൾ തന്നെ നമ്മളെ അബദ്ധധാരണയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ പലരും വിചാരിക്കുന്നത് ഈ കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത് എന്നൊക്കെയാണ് പലരും വിചാരിക്കുന്നത്. നമ്മൾ എവല്യൂഷൻ ത്രൂ ആണ് മനുഷ്യൻ വന്നത് എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് കുരങ്ങൻ മനുഷ്യനായി മാറിയതാണെന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമല്ല. അതൊക്കെ വളരെ തെറ്റായ ധാരണയാണ്. അതുപോലെ തന്നെ നമ്മൾ ബിഗ് ബാങ് തിയറി ആണ്, അങ്ങനെയാണ് ലോകം ഉണ്ടായത് അല്ലെങ്കിൽ യൂണിവേഴ്സ് രൂപപ്പെട്ടത് എന്ന് പറയുമ്പോൾ എന്താപ്പോ പൊട്ടിത്തെറിച്ചിട്ട് അങ്ങോട്ട് ഭൂമി ഉണ്ടായി എന്ന് വിചാരിക്കുന്ന പലരും ഉണ്ട്. അത് ഞാൻ തമാശക്ക് പറയല്ല, അങ്ങനെയാണ് ഭൂരിഭാഗം ആളുകൾ എന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണ്. ബിഗ് ബാങ് എന്ന് പറയുന്നത് ഒരു പൊട്ടിത്തെറിയല്ല, അതൊരു എക്സ്പാൻഷനാണ്. ഇതൊക്കെ നമ്മൾ ഈ കാര്യങ്ങളിലേക്കൊക്കെ വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ സമയത്തിന്റെ പരിധി വലുതാണ്. എന്തായാലും അതിലേക്കൊക്കെ നമ്മൾ കടക്കും ഇൻഷാ റിഷാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ അടുത്തൊരു വീഡിയോ വളരെ വൈകാതെ തന്നെ ഇടുന്നതായിരിക്കും.